ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു കമന്റ് റിയാക്ഷൻ വീഡിയോ ആണ്, ഒരു ചെറിയൊരു കമന്റ് റിയാക്ഷൻ വീഡിയോ ആണ്. കാരണം ഇത് നമ്മളെ പറഞ്ഞത് മാത്രമല്ല, മൊത്തം സ്ത്രീകളെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതെടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. ഡോറ പറഞ്ഞ് റിയാക്ട് ചെയ്യേണ്ട, നമ്മുടെ സ്റ്റാൻഡേർഡ് പോവും ഇത്തരം കമൻറ്റുകൾക്ക് റിയാക്ട് ചെയ്താലെന്ന്. പക്ഷേ അത് അങ്ങനെയല്ല. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് നമ്മുടെ ആളുകൾ അറിഞ്ഞിരിക്കണം. നേരത്തെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇത്തരം ഒരു കമൻറ്റ് വരുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചല്ലായിരുന്നു. ഒരിക്കലും ഞങ്ങൾ അങ്ങനത്തുള്ള കമൻറ്റുകളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കൂടുതലും കമൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കമൻറ്റുകളാണ് കൂടുതലും വരുന്നത്. പിന്നെ ഇന്നത്തെ കാലത്തും ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് ആലോചിക്കും. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്നത്തെ കാലത്താണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള കൂടുതലും ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു. നേരത്തെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതികളും നേരത്തെ കുറവായിരുന്നു തോന്നുന്നു. ഇപ്പോഴാണ് കൂടുതലും ഇതിന് മുൻതൂക്കം കൊടുത്തുള്ള ഒരു സമൂഹം മുന്നോട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, പക്ഷേ പലരുടെയും പ്രവൃത്തിയും പലരുടെയും രീതികളും നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്ന വാർത്തകളും പിന്നെ ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ അത് എനിക്ക് കൂടുതലും ഇപ്പോഴത്തെ കാലത്താണ് കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പ്രിൻസി മോളൊന്ന് വെളിയിൽ പോ, മോള് കേൾക്കണ്ട ഇക്കാര്യം. കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനാണെങ്കിലും മോളെടുത്ത് വെളിയിൽ പോകാൻ പറഞ്ഞത്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മോള് കേൾക്കണ്ട. അവരൊന്നാതെ വളർന്നു വരുന്നത്, അത് എല്ലാവർക്കും ഇപ്പം തെറ്റി ശരി അറിയാൻ പറ്റുന്ന ഒരു പ്രായത്തിലോട്ട് അവർ എത്തിയിട്ടില്ല ഇതുവരെ. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ അടുത്ത് പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ കമൻറ്റ് മൊത്തം എനിക്ക് വായിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് നല്ല മലയാള ഭാഷയിലെ സാഹിത്യം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന കമൻ്റ് ആയതുകൊണ്ട് എനിക്ക് കമൻറ്റ് പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റില്ല. ചില ഭാഗങ്ങൾ ഞാനാണെങ്കിൽ വിടും, അത് നിങ്ങൾ പൂരിപ്പിച്ചങ്ങ് എടുത്തോണം. ആ ഒരു ഭാഗത്ത് ഞാൻ ഡാഷ് എന്ന് പറയും, അത് നിങ്ങളങ്ങ് പൂരിപ്പിച്ചെടുത്താൽ മതി ആ ഭാഗം. അപ്പോൾ ഡോറേനെ ഞാൻ വിവാഹം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കമൻ്റാണ്. ഇതിനെ കല്യാണം കഴിച്ച് സുഖം നേടുന്നതിലും നല്ലത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ മനസ്സിൽ വിചാരിച്ച് ഡാഷ് വിടുന്നതായിരിക്കും, കണ്ടിട്ട് അറപ്പാകുന്നു. ഓക്കെ, അപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കമൻ്റ് ഇട്ട വ്യക്തിക്ക് എൻ്റെ ഡോറേനെ കണ്ടപ്പം അറപ്പാകുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തി സ്വയം ആ വ്യക്തിയെ ഒന്ന് കണ്ണാടിയിൽ നോക്കുമ്പം ആ വ്യക്തിക്ക് എത്രത്തോളം അറപ്പ് ഉളവാകും എന്നുള്ളത് അറിയില്ല. പിന്നെ ഈ സ്നേഹിച്ച പെണ്ണിനെയും വിവാഹം കഴിക്കുന്ന പെണ്ണിനെയുമൊക്കെ ഇത്തരത്തിലാണ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കെട്ടുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്നേഹമെന്നല്ല പറയേണ്ടത്, അതിന് വേറൊരു ഭാഷയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഈ വീഡിയോ ആണെങ്കിൽ നമ്മുടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരും ഒക്കെ കാണുന്നുണ്ട്. ആ ഒരു ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം സംസ്കാരത്തിലല്ല ഞാൻ വളർന്നത്. അത്യാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ വഴക്കിടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വാക്കുകൾ പറയും, കൂട്ടുകാരായിട്ട് വഴക്കിടുമ്പോൾ ചിലപ്പോഴാണെങ്കിൽ തെറി വാക്കുകളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഒക്കെ സംസാരിക്കുമ്പം ഞങ്ങൾ തമ്മിൽ വഴക്കിടുക അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ആണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിക്കും. ഇല്ലെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. അത്ര ക്ലിയർ സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികളൊന്നുമല്ല ഞങ്ങൾ. പക്ഷേ എങ്കിലും ശരി തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലൊന്നും നമ്മൾ സംസാരിക്കത്തില്ല. മാത്രമല്ല ഞങ്ങൾക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അധികം അങ്ങനെ സംസാരിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതും ആ പെണ്ണിനെ സ്നേഹിക്കുന്നതും ഇത്തരത്തിലാണ് എന്ന് ചിന്തിക്കുന്ന ഈ ഒരു വ്യക്തി ഏതൊരു പെണ്ണിനെ കണ്ടാലും ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അത് ഏത് പെണ്ണാണെങ്കിലും മേ ബി ഇനി ജനിപ്പിച്ചവരാണെങ്കിൽ പോലും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു രീതിയിലാകാം കാണുന്നത്. ഞാനതിന് അങ്ങനെ തന്നെ ഒരു കമൻറ്റ് ഇട്ട്, ജനിപ്പിച്ചവരെ പോലും അങ്ങനെ കാണുന്ന നീയൊക്കെ ഇതല്ല ഇതിനപ്പുറം പറയും എന്ന് ഞാൻ അങ്ങനെ തിരിച്ചൊരു കമൻറ്റ് ഇട്ടു. അപ്പം 100% കറക്റ്റാണ്, 100% കറക്റ്റാണ് എന്നാണ് ആ വ്യക്തി തിരിച്ചെനിക്ക് കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പം ആ വ്യക്തിയുടെ സംസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കി. ആ വ്യക്തി വളരുന്ന സംസ്കാരം അല്ലെങ്കിൽ വളരുന്ന ആ ചുറ്റുപാട് എത്രത്തോളം വൃത്തിയുള്ളതും സ്ത്രീകളെ എത്രത്തോളം ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നതുമാണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ വീഡിയോസിൽ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയെ ശാരീരികമായിട്ടാണ് അവളെ കണ്ട് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്താഗതി ആയിരിക്കും ആ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം പേരിലും ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ഏതൊരവസ്ഥയിലും നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ സൗന്ദര്യം നോക്കാതെ ആ വ്യക്തിയുടെ മനസ്സ് നോക്കി, അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, ആ വ്യക്തിയുടെ മനസ്സ് നോക്കിയാണ് നമ്മളതിനെ സ്നേഹിക്കുന്നത്, കൂടെ കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ ഏത് പ്രശ്നം വന്നാലും അവരെ നമ്മൾ വിട്ടുകൊടുക്കില്ല. അവരെ കുറിച്ച് നമുക്ക് മറ്റൊരു ചിന്ത മനസ്സിലേക്ക് വരില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു പെണ്ണിനും
താൻ സ്നേഹിക്കുന്ന പാർട്ട്ണറെ കുറിച്ച് മറ്റൊരു രീതിയിലുള്ള ചിന്താഗതി വരാൻ സാധ്യതയില്ല. പക്ഷെ ആ സമയത്ത് ഇന്നത്തെ നമ്മുടെ പല സമൂഹത്തിലും കാണുന്നത്, ഒന്ന് സ്നേഹിച്ച് അല്ലെങ്കിൽ ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ലോഡ്ജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തോ പോകുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നത്. ന്യൂസിലൂടെയൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ അറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് അവർ വിളിക്കുന്നിടത്തെല്ലാം പോകും, പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പിണങ്ങി കഴിയുമ്പോൾ പിന്നെ വരുന്നത് പീഡനത്തിൻ്റെ വാർത്ത. ഇതാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ ചെറുക്കൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, പെണ്ണിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, ഇതൊന്നും നോക്കില്ല. ആർക്കെതിരെയാണോ കേസ് ഫയൽ ചെയ്യുന്നത് ആ വ്യക്തി അവിടെ പീഡിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അർത്ഥമാവുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ് കൂടുതലും ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഒരു പെണ്ണിനെ സ്നേഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണുമായിട്ട് ആ പെണ്ണുമായിട്ടൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചല്ലേ സ്നേഹിച്ച് ആ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിലാണ് ഏർപ്പെടുന്നത് നല്ലത് എന്ന് ചിന്തിക്കുന്നത് സത്യത്തിൽ ഒരു വികൃതമായ മനസ്സും അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയുടെ മനസ്സുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുരുഷനെ ആസക്തിയോടെ നോക്കാൻ വേണ്ടിയിട്ടുള്ളതോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതോ ഒന്നുമല്ല. ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. എൻ്റെ മെൻറ്റാലിറ്റിയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഒരു വിവാഹബന്ധം എന്ന് പറയുന്നത് അതൊരു പവിത്രമായ ബന്ധമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരവരുടെ സ്നേഹം കൈമാറും. അതുമാത്രമാണ് ഫിസിക്കൽ അഫെയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതല്ലാതെ രണ്ടുപേരുടെ ശരീരത്തിലെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമായിട്ടൊന്നും ഇതിന് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഞങ്ങൾക്കത് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഞങ്ങളുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പുറത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഐക്യത്തിൻ്റെ പുറത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തമ്മിൽ അറിയാം ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ കുറ്റങ്ങളും ഞങ്ങളുടെ പരിമിതികളും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ മെയ് 7-ാം തീയതി ആകുമ്പോൾ 3 വർഷമാകും. അതാ. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്കിടയിൽ വഴക്കും ബഹളവും പിണക്കവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ മാറിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ അതിന് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് കഴിയത്തുമില്ല. കാരണം ഞങ്ങൾ ശാരീരികമായിട്ടല്ല ഞങ്ങൾ സ്നേഹിക്കുന്നത് മാനസികമായിട്ടാണ്. മനസ്സുകൊണ്ട് അടുക്കാൻ സാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരിക്കലും മറ്റുള്ള ഒരു കുറവുകളും അവരെ മുൻപിൽ കാണുകയില്ല. അതുപോലെ തന്നെ മാനസികമായിട്ടാണ് അവർ അടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ആ ബന്ധം വേർപെടുത്തി പോകാനും സാധിക്കില്ല. ഇപ്പം ഞാൻ പറയാം, മേ ബി നാളെ ഞങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഞങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവ ചേർച്ചകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയും കാര്യങ്ങളും ഉണ്ടാകാം. ചിലപ്പം എന്തെങ്കിലും സാഹചര്യം ഞങ്ങൾക്ക് അകന്നു നിൽക്കുന്ന സാഹചര്യം വരാം. നാളെ എന്ത് സംഭവിക്കും അത് നമുക്ക് നമ്മുടെ കയ്യിലല്ല. അതെല്ലാം വിധിയുടെ രീതിയിലേ പോകത്തുള്ളൂ. നമുക്കൊന്നും അതിനകത്ത് മാറ്റിമറിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതുവരെയുള്ള ഈ നിമിഷം വരെ, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ നിമിഷം വരെയുള്ള കാര്യം വെച്ച് ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ വരേക്കും ഞങ്ങളുടെ വിവാഹ ജീവിതം ഒരു ഫിസിക്കൽ അഫെയറിന് വേണ്ടിയിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. മറിച്ച് ഞങ്ങളുടെ വിവാഹ ജീവിതം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ മാനസികമായിട്ട് സന്തോഷത്തോടെ തന്നെയാണ് പോകുന്നത്. ഒരുപാടധികം പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. എനിക്കൊരിക്കലും ഇത് കല്യാണത്തിന് ശേഷമല്ല ഞാനിങ്ങനെ ആയിപ്പോയത്. എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇച്ചാൻ എന്നെ സ്വീകരിച്ചത്. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായിട്ട് ഇരുന്നിട്ട് ഏകദേശം 2-3 കൊല്ലത്തോളം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് തന്നെ ഇവളുടെ എല്ലാ പരിമിതികളും എനിക്കറിയാം, എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കറിയാം. ആ സമയത്ത് ഞങ്ങൾ അതിനുശേഷം രജിസ്റ്റർ മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2 സ്ഥലത്തായിരുന്നല്ലോ. രജിസ്റ്റർ മാരേജിന് മുൻപും ഇവൾ എന്നോട് വിളിച്ചിട്ട്, അതായത് ഇവൾക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ഇവൾക്ക് ഒരു കാര്യത്തിലും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇവൾ എന്നോട് വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് രജിസ്റ്റർ മാരേജിന് മുൻപ്, അതായത് പെണ്ണ് കാണലിന് മുൻപ്. എന്നിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടാണ് പെണ്ണ് കാണാൻ ആദ്യമായിട്ട് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ പെണ്ണ് കാണാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഇവൾ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്ന് എന്നെ പെണ്ണ് കാണൽ ചടങ്ങ് അത് കഴിഞ്ഞിട്ട് നടത്തുന്നത്, എന്നെ നേരിട്ടൊന്ന് കണ്ടിട്ട് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം വീട്ടിൽ നിന്ന്. എന്റെ വിചാരം എന്നായിരുന്നറിയോ, എന്നെ ഇഷ്ടപ്പെടത്തില്ല. അല്ല, അപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പെണ്ണ് കാണാൻ വേണ്ടി പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഇവൾ എന്നോട് പറഞ്ഞ് എന്നെ വന്ന് ജസ്റ്റ് ഒന്ന് നേരിട്ട് കണ്ടു നോക്ക്, കണ്ടതിന് ശേഷം പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ എല്ലാവരും കൂടെ വന്ന് കണ്ടിട്ട് പോയിട്ട് ഇനി എങ്ങാണ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കത് സങ്കടമാകും. അപ്പോൾ എന്നെ ഒന്ന് കണ്ടിട്ടങ്ങ് പോയിക്കോ, അപ്പം കണ്ടിട്ട് പോയിട്ട് തീരുമാനം എന്താണെന്ന് വെച്ചാൽ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമുക്ക് പെണ്ണ് കാണൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കഴിഞ്ഞ് പെണ്ണ് കാണൽ ചടങ്ങ് നടത്താം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ
ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു ഞങ്ങൾ പോയത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ പോയി. അപ്പം ഈ പുള്ളിക്കാരിയാണ് ഭയങ്കര ടെൻഷൻ ഭയങ്കരമായിട്ട് എന്താവും ഇങ്ങനെ ഭയങ്കര ടെൻഷൻ കേട്ടോ. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല, എനിക്ക് കൂളായിട്ട്. കാരണം ഓൾറെഡി ഞാനാണെങ്കിൽ വീഡിയോ കോളിലൂടെ ഇവിടെ കണ്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. വീഡിയോ കോൾ ഞങ്ങൾ കൂടുതലും നോർമൽ കോളിനേക്കാളും കൂടുതലും ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് വീഡിയോ കോളാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. ഇവിടെ ആ സമയത്ത് ലോട്ടറി ഓഫീസിലെ വർക്ക് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം, ലോട്ടറി ഓഫീസിൽ കയറിയിട്ടില്ല, അതായത് കോവിഡ് സമയത്ത് നിൽക്കുകയാണ്, ലോട്ടറി ഓഫീസിലെ വർക്ക് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കോളാണ് കൂടുതലും ചെയ്യുന്നത്. വീഡിയോ കോൾ ചെയ്യുന്നത് കൂടുതലും ഞാനും അമ്മയും ഇവളും കൂടെ ഇരുന്നിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. വൈകിട്ട് ഇവളുടെ അമ്മയും ജോലി കഴിഞ്ഞ് വരും, എൻ്റെ അമ്മയും വീട്ടിൽ കാണും, വൈകിട്ട് ഞാനും വീട്ടിൽ കാണും, ഇവളും വീട്ടിൽ കാണും. അപ്പം ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പം അമ്മമാർ സംസാരിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെയാണ് കൂടുതലും ഞങ്ങൾ തമ്മിൽ അടുക്കുന്നത്, അതായത് ഫ്രണ്ട്സ് ആവുന്നത്. പിന്നെ ഫ്രണ്ട്സ് ആയതിനു ശേഷം എന്താ പറയുന്നത്, എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത് മരുമോളായിട്ട് വീട്ടിലോട്ട് വരാം. അപ്പോൾ പുള്ളിക്കാരിക്ക് ആ സമയത്ത് വേറൊരു ആലോചനയൊക്കെ വന്നിരുന്നത് കൊണ്ട് പുള്ളിക്കാരി പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ആ ബന്ധമൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ അമ്മ ചോദിച്ചു താല്പര്യമുണ്ടോ. അപ്പോൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം, എന്നിട്ട് നമുക്ക് ആലോചിച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞു. ഇവരുടെ അമ്മ അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം വിവാഹത്തിന് മുൻപേ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അവളുടെ നടത്തയായിക്കോട്ടെ, രീതികളായിക്കോട്ടെ, പ്രവർത്തികളായിക്കോട്ടെ, അവൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല, എങ്ങനെയായിരിക്കും അവളുടെ കാര്യങ്ങൾ എന്നുള്ള എല്ലാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഡോറേനെ എൻ്റെ ജീവിതത്തിലേക്ക് പിന്നെ ഞാൻ ഒരു എപ്പോഴും ഞാൻ പറയുന്നു കുഞ്ഞുണ്ടാവുമെന്ന് അറിയത്തില്ല, അതിനെ കൊണ്ട് എനിക്ക് അപ്പോഴും ഞാൻ പറയും എന്തിനാ കുഞ്ഞ്, നമുക്ക് എനിക്ക് അവളും അവൾക്ക് ഞാനും ഉണ്ട്, അപ്പൊ അത് മതി, നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷെ ദൈവം സഹായിച്ച് എന്റെ 2 തവണ ഡോറയ്ക്ക് പ്രഗ്നന്റ് ആവാനുള്ള അവസരം കൊടുത്തു. 2 തവണ കേട്ടോ, 1 തവണ. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു എനിക്ക് അങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും, പ്രഗ്നന്റ് ആകുന്നു. അത് നമ്മള് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞൊരു സംശയമായിരുന്നു, മുന്നോട്ട് പോകുന്ന സമയത്ത് അവയവങ്ങളൊക്കെ ചുരുങ്ങി മേളോട്ട് കയറും. അപ്പോൾ ആ സമയത്ത് ഡോറയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, അതായത് വയറ് വലുതാവുന്നതനുസരിച്ച് നമുക്ക് ഹൈറ്റ് ഇല്ലല്ലോ, അപ്പം വയറ് വലുതാവുന്നതനുസരിച്ച് ഈ കരളാണെങ്കിലും ബാക്കിയുള്ള അവയവങ്ങളാണെങ്കിലും മുകളിലേക്ക് വരും. അതായത് ഞാൻ അതിൻ്റെ ഒരു ആനിമേഷൻ പിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, ആ പിക്കല്ല ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഓരോ മാസത്തിൽ ഇങ്ങനെ പ്രഗ്നൻ്റ് ആകുമ്പോൾ ശരീരത്തിൽ വരുന്ന ഓരോ മാറ്റത്തെക്കുറിച്ച് ഒരു ആനിമേഷൻ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്നേരം എനിക്കും ചിന്തയിലുണ്ട്. പക്ഷെ എന്തായാലും ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു. ഡെലിവറി സമയത്ത് മാത്രം ഒരിത്തിരി പ്രശ്നം ഉണ്ടായി, ഡെലിവറി സമയത്ത് മാത്രം. അതല്ലാതെ ഡോറയ്ക്ക് പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രശ്നം ദൈവം സഹായിച്ചുണ്ടായില്ല. അതിൽ ദൈവത്തിനോട് നന്ദി. ഒരു തവണയല്ല, പലരും കളിയാക്കി, പലരും കുറ്റം പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഓപ്പണായിട്ട് പറയാം, എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനൊരു പെണ്ണിനെ വിവാഹം കഴിച്ചത് എന്ന് എന്നോട് പോലും ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ള മറുപടി ഈ വീഡിയോയിലൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള മറുപടി തന്നെയാണ് ആ സമയത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ മറുപടി കൊടുത്തത്. അതുകൊണ്ട് തന്നെ പലരുടെയും എനിക്ക് ആ സമയത്ത് അടയ്ക്കാൻ പറ്റി. പിന്നെ ഉണ്ടായിരുന്ന പലരുടെയും സംസാരം എന്ന് വെച്ചാൽ കുഞ്ഞാവത്തില്ലോ, ഇനി കുഞ്ഞായി കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞിന് ഇവളെ പോലെ ആയിരിക്കുമോ, ഇങ്ങനെയുള്ള പല സംസാരം ജനിച്ചപ്പോഴേ വന്നതല്ലല്ലോ. അല്ല, അത് മാത്രമല്ല, ഇപ്പം ഹൈറ്റ് കുറഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഹോർമോൺ പ്രശ്നം കൊണ്ടൊന്നും വരുന്നതല്ല. നോർമലി അവരുടെ ജീനിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ പോരായ്മ കൊണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു വളർച്ചക്കുറവ് കൊണ്ട് വരുന്നതാണ്. ഇപ്പം നമ്മളെപ്പോലെ തന്നെ 6 അടിയുള്ളവരുണ്ട്, 5 അടിയുള്ളവരുണ്ട്, 4 അടിയുള്ളവരുണ്ട്, 3 അടിയുള്ളവരുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ ഘടനയ്ക്കനുസരിച്ചാണ്. അപ്പം ഇത് ജനിക്കുന്ന കുട്ടിയെ ബാധിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾ, നല്ല ഹൈറ്റുള്ള കുട്ടികൾ ജനിക്കാറുണ്ട്, നല്ല ഹൈറ്റുള്ളവർക്ക് ജനിക്കുന്ന കുട്ടികൾ ഹൈറ്റ് കുറഞ്ഞ് ജനിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജന്മനായി കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതുകൊണ്ട് എന്നാ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കും, അന്ന് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയ സമയത്തൊക്കെ എല്ലാവരും ചോദിക്കും ഇളയാളുണ്ടോ മൂത്തയാളുണ്ടോ, അവരും ഇങ്ങനെയാണോ എന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ചേട്ടന് നല്ല ഹൈറ്റും നല്ല അപ്പൊ എല്ലാരും വിചാരിക്കും ഞങ്ങളെല്ലാരും ഇങ്ങനെയാണ്. പിന്നെ അച്ഛന് അമ്മയ്ക്ക് കുറച്ച് ഹൈറ്റ് നോർമൽ, അല്ലാതെ നോർമൽ ഹൈറ്റ് ആണ്. എന്റെ അമ്മയുടെ അത്രേ ഉള്ളൂ, അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഹൈറ്റ് നോർമൽ ഹൈറ്റ്. എന്റെ അപ്പായ്ക്ക് ഹൈറ്റ് ഉണ്ട്, ഇത്തിരി ഹൈറ്റ് ഉണ്ട്. എന്റെ അപ്പാടെ ഹൈറ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയേക്കുന്നത്. പക്ഷെ എന്റെ അമ്മയ്ക്ക് നോർമൽ ഹൈറ്റ് ആണ്. ഒരാൾക്ക് വേണ്ട ഒരു നോർമൽ ഹൈറ്റ് എന്റെ അമ്മയ്ക്കുള്ളത്. അപ്പം എന്റെ അമ്മയുടെ സെയിം ഹൈറ്റ് ആണ് സാവിത്രി അമ്മയ്ക്കും ഉള്ളത്, സോമനച്ഛനും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും ഒരു പോരായ്മയായിട്ട് തോന്നുന്നേ
ഇല്ല. പിന്നെ ഇവക്കെന്ന് വെച്ചാൽ ജന്മനാ കിട്ടിയ ഒരു അസുഖമല്ല. ഈ റുമറ്റോയിഡ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും വരാം. മേ ബി എനിക്ക് വരാം, ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും വരാവുന്നതാണ്. കാരണം ഇത് നമ്മുടെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്ക് നോർമലായിട്ട് നമ്മുടെ ആഹാരങ്ങൾ കഴിക്കുമ്പം അത് ദഹിക്കാതെ ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് അത് ചെറിയൊരു ബ്ലഡ് ഇൻഫെക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു പോയിസൺ ആയിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് മിക്സ് ആവും. ഈ ഒരു സാഹചര്യമാണ് റുമറ്റോയിഡ് ആർത്തറൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു സാഹചര്യമാണത്, വളരെ നിസ്സാരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു രോഗമാണ് ഈ ആമവാദം എന്ന് പറയുന്നത്. അത് ജന്മന കിട്ടിയല്ല, അവർക്ക് ഒരു 6 വയസ്സിലാണ് അവർക്ക് അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടും തോന്നിയിട്ടില്ല. മാത്രമല്ല, ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണായിരിക്കണം എന്നാണ്. കാരണം ഞാൻ സ്നേഹിച്ചിരുന്ന 1-2 പേര് അത്യാവശ്യം നല്ല മുട്ടം പണി തന്നിട്ടാണ് പോയത്. മുട്ടം പണി എന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത്, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് എനിക്ക് സ്ത്രീകളോട് ഒരുപാട് വെറുപ്പും ദേഷ്യം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പള്ളിയിൽ അച്ഛനാവാനൊക്കെ തയ്യാറെടുത്ത് പോയതാണ്. പിന്നെ എനിക്കൊരു സ്വപ്നം ഉണ്ടായി, അത് ആകണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്വപ്നമൊക്കെ വന്നപ്പം എനിക്ക് പിന്നെ അത് എന്നാൽ അങ്ങനെ വേണ്ട എന്നുള്ളൊരു മൈൻഡൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് മാറിപ്പോയൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ ഒരുപാടധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത 1-2 വ്യക്തികൾ, അതായത് പ്രണയം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, ആ വ്യക്തികളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഇപ്പോഴും അതെന്നെ ചില സമയത്ത് ഇങ്ങനെ കുത്തി വേദനിപ്പിക്കാറുണ്ട്. ഞാൻ എന്തിനും ഇങ്ങനെയുള്ള ആൾക്കാരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചില സമയത്ത് ആ വേദന എൻ്റെ ഉള്ളിൽ വരാറുണ്ട്. കാരണം അന്ന് ഞാൻ അങ്ങനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇന്ന് ചിലരുടെ ഭാഗത്തുനിന്ന് ഞാൻ ഇന്നും അതിൻ്റെ പേരിൽ കുത്തുവാക്ക് കേൾക്കുന്നുണ്ട്. നമ്മുടെ പല വീഡിയോസിലും അത്തരത്തിലുള്ള കമൻറ്റും കാര്യങ്ങളും വരാറുണ്ട്, യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ ചെയ്തു പോയ ആ തെറ്റിൻ്റെ പേരിൽ ഇന്ന് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്കതൊരു ചെറിയ കുത്തലായിട്ട്, ഉള്ളിലൊരു കുത്തലായിട്ട് എനിക്കത് കിടപ്പുണ്ട്. ഞാൻ ഇന്നും മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലരും എന്നെ ഓർമ്മിപ്പിക്കുന്ന 1-2 വ്യക്തികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ത്രീ എന്ന് പറയുന്നൊരു സമൂഹത്തിനോട് എനിക്ക് ചെറിയൊരു വെറുപ്പ് തോന്നിയിരുന്നു. അപ്പോൾ ചോദിക്കുക, അമ്മയോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്? അമ്മ എന്ന് പറയുന്നതും വിവാഹത്തിന് നമ്മൾ നോക്കുന്ന പെണ്ണ് എന്ന് പറയുന്നത് രണ്ടാണ്. എനിക്ക് സ്ത്രീകളുടെ അടുത്തുള്ള വിശ്വാസം പോയി. അതായത് സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, പെണ്ണുങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, സ്ത്രീകളെ മൊത്തം പറയാൻ പറ്റില്ല, പെണ്ണുങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരോടുള്ള ഒരു വിശ്വാസം പോയ സമയത്താണ് ഞാൻ ഡോറയായിട്ട് പരിചയപ്പെടുന്നതല്ല. അപ്പം അങ്ങനെ സംസാരിച്ച് കൂടുതലും വന്നപ്പോഴത്തേക്ക് എനിക്ക് മാനസികമായിട്ട് ഒരു അടുപ്പം എനിക്ക് ഇവളോട് തോന്നി. അത് ഫിസിക്കലി തോന്നിയതല്ല, അത്രയും നാൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തി, അല്ലെങ്കിൽ അത്രയും നാൾ ഞാൻ എന്താണോ എൻ്റെ മൈൻഡിൽ എനിക്ക് ഉണ്ടായിരുന്നത് ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കിട്ടിത്തുടങ്ങിയപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ആ തരുന്ന ആ വ്യക്തിയോട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു അടുപ്പം സ്നേഹമൊക്കെ തോന്നും. എനിക്കതാണ് ഡോറയോട് തോന്നിയത്. അതിൻ്റെ മുൻപിൽ ഈ ഫിസിക്കൽ അഫെയർ അല്ലെങ്കിൽ ഇപ്പം ഈ വ്യക്തി പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ അതൊന്നും എനിക്കവിടെ മൈൻഡിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ അത് മാത്രം കണ്ടാണ് ഞാൻ ഡോറേനെ എൻ്റെ ജീവിതത്തിലോട്ട് സ്വീകരിച്ചത്. എനിക്ക് അത് മാത്രം മതി, അത് മാത്രമേ എൻ്റെ മൈൻഡിൽ വന്നിട്ടുള്ളൂ. ചിലരൊക്കെ ഇട്ട് ഡോറയുടെ വീട്ടിൽ നിന്ന് സ്വത്തും പണവും കണ്ടിട്ടാണ്. ഡോറയുടെ വീട് എങ്ങനെയാണെന്നും ഏത് രീതിയിലാണ് ഉള്ളതെന്നും അവരുടെ അച്ഛനും എങ്ങനെയാണുള്ളതെന്നും ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അവിടുന്ന് ഞങ്ങൾ ഇവരെ വീട് കാണാൻ പോകുന്നത് വാടക വീട്ടിലാണ് ഞങ്ങൾ പോയി കാണുന്നത്, പെണ്ണ് കാണാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം ഡോറയുടെ അവസ്ഥയും കാര്യങ്ങളും എന്താണ് എന്നുള്ളത്. മാത്രമല്ല, ഡോറയുടെ ട്രീറ്റ്മെൻറ്റിന് തന്നെ നല്ലൊരു തുക അവർക്ക് വേണ്ടി ചിലവായിട്ടുണ്ട്. അവർ എൻ്റെ അടുത്ത് പലപ്പോഴും അമ്മ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് വീട് വിറ്റത് തന്നെ എങ്ങാണ്ട് ഇവളുടെ ഡോറയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഇതൊക്കെ എന്നോട് സാവിത്രി അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും പിന്നെ ഞാൻ ഡോറയുടെ വീട്ടിൽ നിന്ന് സ്വത്തും പണവും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മനുഷ്യനാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടുമല്ല അവളെ സ്വീകരിച്ചതും വിവാഹം കഴിച്ചോണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ കല്യാണം പോലും അല്ലായിരുന്നു, രജിസ്റ്റർ മാരേജ് നടത്തി കല്യാണം. എൻ്റെ അമ്മയാണെങ്കിൽ ഒരുപാട് ലോണും കാര്യങ്ങളെല്ലാം നടത്തി കല്യാണമായിട്ട് നടത്തണം. പക്ഷേ സാഹചര്യം കൊണ്ട് പലപ്പോഴും പറ്റുന്നില്ല. കാരണം ഇച്ചാനും ക്രിസ്ത്യനും ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഞങ്ങളുടെ രീതിയിൽ ലോൺ വയ്ക്കാൻ നോക്കിയപ്പോഴത്തേനും ഭർത്താവിൻ്റെ മതമല്ല പിന്നീടാകുന്നേ. അപ്പം ഞങ്ങളുടെ അതിൽ നിന്ന് സഭയിൽ നിന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നടന്നു. ഞങ്ങൾ കല്യാണിൽ പോയി, മഹാറാണിയിൽ പോയി, ലോൺ സഹായത്തിനൊക്കെ അങ്ങനെ ഒരുപാട് അന്ന് ഇച്ചാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ പോയായിരുന്നു. ഇതിന് എങ്ങനെയെങ്കിലും കല്യാണമായിട്ട് നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ പൈസയുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഇതുവരെ നടന്നില്ല. ഇനിയെങ്കിലും എപ്പോഴും ഞങ്ങൾ പറയുന്ന പോലെ കുഞ്ഞായി എന്നാണെങ്കിലും എപ്പോഴെങ്കിലും ഞങ്ങളുടെ കെട്ടുകല്യാണം ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഇനി എന്നെങ്കിലും കുഞ്ഞിൻ്റെ മാമോദീസ സമയത്തെങ്കിലും ഞങ്ങളുടെ കെട്ടുകല്യാണം വലിയ ആർഭാടമായിട്ടൊന്നും അല്ലെങ്കിലും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ വളരെ ലളിതമായിട്ടൊരു ചടങ്ങിൽ ഒരു കെട്ടുകല്യാണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നടക്കുമെന്നറിയില്ല.
എപ്പോഴും ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ മാത്രമേ വിധിയുള്ളൂ, നടത്താൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. അപ്പം ദൈവം സഹായിച്ച് അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലും നടത്താതെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസത്തോളം ഡോറയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പൊ പൈസ കിട്ടും, ലോൺ ശരിയാകുവാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചടങ്ങ് നടത്തി വിടാനോ എന്തെങ്കിലും തരാതെ വിടുന്ന ശരിയല്ലെന്നോർത്ത് അങ്ങനെ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവസാനം പറ്റിയില്ല. പിന്നെ എല്ലാവരും ചോദിക്കാനും പറയാനൊക്കെ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലും സംസാരമായി, ഡോറയുടെ അടുത്തും സംസാരമായി, ഫ്രണ്ട്സ് ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ പിന്നെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു. ഞാൻ എന്നിട്ട് ഞാൻ കൂട്ടാൻ പോയ സമയത്ത് അവർ പറഞ്ഞു അതല്ല മര്യാദ, അവരായിട്ട് കൊണ്ടാക്കാം, കാരണം കല്യാണവും നടത്താൻ പറ്റിയില്ല, അപ്പോൾ അവരായിട്ട് ഇങ്ങോട്ട് നമ്മളെ വീട്ടിലോട്ട് കൊണ്ടാക്കാം, അതാണ് ഒരു മര്യാദ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനും നാത്തൂനും അച്ഛനും അമ്മയും കുഞ്ഞും ഒക്കെ ആയിട്ട് വന്ന് ഡോറയെ നമ്മുടെ വീട്ടിലാക്കി നമ്മളിവിടെ സ്വീകരിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണമായിട്ടല്ല ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയത് തന്നെ. അപ്പം ഇതിത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം തമ്മിൽ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങളുടെ ബന്ധത്തെ. ഇപ്പം ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട്, അതായത് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് 3 കൊല്ലം ആവാറായി. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായിട്ടുണ്ട്. 2.5 കൊല്ലമായി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഈ നിമിഷം വരെയും ഇവളുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് അറിയാം. അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏറ്റവും അനുഭവിച്ചത് എനിക്ക് വയ്യാതെയായ സമയത്താണ്. ഇപ്പം എല്ലാവരും കമൻ്റ് ഇടുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എന്നെ കെയർ ചെയ്യും, നോക്കൂ, എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുകയും ചെയ്തിട്ടുണ്ട്. ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ടായിരിക്കില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അപ്പോഴേ ശരിക്കും ആ ഒരു വില മനസ്സിലാക്കിയത് എനിക്ക് ഇത്രയും വയ്യാതായ സമയത്താണ്. എന്നെ മോനെ ആണെങ്കിലും വീട്ടിലത്തെ ജോലിയും ചില സമയത്ത് ഞാൻ ഡോറേനെ ഒരു കയ്യിൽ കുഞ്ഞിനെ ഒരു കയ്യിലൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്നെ പലരും വഴക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എടുത്തോണ്ട് പോകുന്നതിനൊക്കെ. പക്ഷെ നമുക്ക് അതൊന്നും കുഴപ്പമില്ല. എനിക്ക് അതെല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഇന്ന് ഞാൻ എന്താണോ ചെയ്യുന്നത് നാളെ എൻ്റെ കുഞ്ഞുങ്ങൾ അത് കണ്ടാണ് പഠിക്കുന്നത്. ഇപ്പം എൻ്റെ തന്നെ മക്കളാണ് ഇവിടെ നിൽക്കുന്ന, പ്രിൻസ് ആണെങ്കിലും പ്രിൻസി ആണെങ്കിലും. അപ്പം അവരും കാണുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കും സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും. ഒരു മനുഷ്യനെ ഒരിക്കലും ശാരീരികമായിട്ടല്ല അവരുടെ മനസ്സ് കണ്ടാണ് അവർ സ്നേഹിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ബോധം വരും. എൻ്റെ ഗബ്രൂട്ടനാണെങ്കിലും ഇതെല്ലാം കണ്ട് വളർന്നു വരുമ്പം അവനും സ്വാഭാവികമായിട്ട് അവൻ്റെ മൈൻഡിലും വരും. ഇന്നലെ പിള്ളേർ പറയുകയും ചെയ്തു, ഇന്നലെ ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞപ്പം പിള്ളേർ പറയാ, വല്യമ്മേനെ ആദ്യം വല്യപ്പ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ആ വീട്ടിലൊരു കൊച്ചായിരിക്കും വിചാരിച്ച്, പിന്നീട് മനസ്സിലായത് വല്യപ്പ കെട്ടാൻ പോകുന്ന പെണ്ണാന്ന് മനസ്സിലായത്. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉള്ളൊരു പാഠം തന്നെയാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അവർക്കും അറിയാം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ. എനിക്ക് പ്രിൻസ് ഞാനില്ലാത്ത സമയത്ത് പ്രിൻസ് ആണ് ഇവിടുന്ന് അപ്പുറത്തോട്ട് പാല വിട്ടിട്ട് നമ്മുടെ വീടും അപ്പുറത്തെ വീടും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പം തിട്ടയുണ്ടല്ലോ, ആ തിട്ടയുടെ മേളിൽ കൂടെ പാല വിട്ടിട്ട് പ്രിൻസിയും കൂടെ ചേർന്നിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കരയുന്ന ഇപ്പം എടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്നെപ്പോലെ തന്നെ ഡോറേനെ മനസ്സിലാക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തികൾ കൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത്. അത് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ വീഡിയോസ് കാണുന്ന ഓരോരുത്തരും അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം എന്താ പറയുന്നത്, കുറവുകളുള്ള പെണ്ണിനെ കെട്ടണം എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ കെട്ടുന്ന പെണ്ണിനെ ഞങ്ങൾ പോകുന്ന പോലെ എല്ലാം തകിച്ചവർക്ക് മുന്നോട്ട് പോകണം നിർബന്ധമില്ല. എന്നോട് ചിലർ അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്, കുറവുകളുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം, അതെനിക്ക് താല്പര്യം, അങ്ങനെ അറിയാവുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് ചെറിയൊരു ക്ലാസ് എടുത്ത് കൊടുക്കും. കാരണം ഇപ്പം എനിക്കിതെല്ലാം ചെയ്യാൻ എനിക്ക് താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഡോറയ്ക്ക് ഓരോ ബുദ്ധിമുട്ടും വരുമ്പോൾ ഞാനത് മനസ്സുറപ്പോടെ ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് ചില സമയത്ത് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം ഡോറയ്ക്ക് അസുഖം വരുന്ന സമയത്ത്, ഡോറയ്ക്ക് അസുഖം കൂടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരയും, എനിക്ക് തൊടാൻ പറ്റാത്ത സാഹചര്യം വരും. ഇപ്പം ചില സമയത്ത് എടുക്കാൻ പറ്റും, ചില സമയത്ത് എനിക്ക് എടുക്കാൻ പോലും പറ്റില്ല. എടുക്കാൻ പറ്റുന്ന പോയിട്ട് ഈ ബെഡിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും, കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചെന്ന് അടുത്തിരിക്കാൻ പോലും പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് എൻ്റെ മൈൻഡ് വരും, ഇവളെന്തിനിങ്ങനെ കാണിക്കുന്നത്, ഇത്രയും മാത്രം എന്താ പ്രശ്നമുള്ളത് എന്ന് സ്വാഭാവികമായിട്ട് എൻ്റെ മൈൻഡിൽ വരും. ഇത്രയും ഞാൻ അറിഞ്ഞ് ഇത്രയും അടുത്ത് ഞാൻ നിന്നിട്ടും എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പം ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ധാരണയും ഇല്ലാതെ ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പം, ഇങ്ങനെയുള്ളൊരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുള്ളവർ സഹിക്കേണ്ടി വരുമെന്നൊന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റങ്ങളും കുറവുകളുള്ള ഒരു വിവാഹം കഴിക്കുന്ന ഒരു പെണ്ണിനെ, അതുപോലെ തന്നെ നമ്മൾ കുറവുകളില്ലാത്തൊരു പെണ്ണിനെ ആണെങ്കിൽ പോലും നമ്മൾ വിവാഹം കഴിക്കുമ്പം ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ
അവർ നമ്മളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്, നമ്മുടെ കൂടെ എന്നും കാണുമോ എന്നുള്ളൊരു കാര്യം മാത്രം നോക്കി നമ്മൾ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അതിന് കുറ്റങ്ങളും കുറവുകളും ഉള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല. ഒരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ അവരെ വിവാഹം കഴിക്കണം തന്നെയൊന്നുമില്ല. നോർമലായിട്ടുള്ള ഒരു കുറവുകളില്ലാത്തൊരു പെണ്ണിനെ ആണെന്നെ വിവാഹം കഴിച്ചാലും നമ്മൾ മനസ്സ് നോക്കി, പണവോ പത്രാസോ സൗന്ദര്യമോ ഒന്നും നോക്കാതെ മനസ്സ് മാത്രം നോക്കിയാൽ അതാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർ, നമ്മുടെ ഗബ്രൂട്ടൻ ഭയങ്കര കരയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കൂട്ടുകാരെ ബൈ. കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ.